സോ ബജറ്റിന് മുന്നോടിയായിട്ട് തുടക്കത്തിൽ ഇന്നിപ്പോൾ നമുക്ക് ബെഞ്ച്മാർക്ക് ഇൻഡെക്സിൽ നേരിയ തോതിലുള്ള ഒരു സെല്ലിംഗ് പ്രഷർ നേരിടുമ്പോൾ പോലും ഡിഫൻസ് ഓഹരികളിലൊക്കെ തന്നെ ഇന്നലെ കണ്ട അതേ മൊമെന്റം ഇപ്പോഴും വളരെ ശക്തമായിട്ട് തന്നെ തുടരുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ടുന്നത് പ്രത്യേകിച്ചും കൊച്ചിൻ ഷിപ്പ്യാർഡും GRSEയുമാണ്. GRSEയെ സംബന്ധിച്ചിട്ടും കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ചിട്ടും അവരുടെ നമ്പേഴ്സ് ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് അത്ര സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള നമ്പേഴ്സ് അല്ല പബ്ലിഷ് ചെയ്തിരിക്കുന്ന. മാർജിനിലടക്കം ഒരു കംപ്രഷൻ കമ്പനി നേരിട്ടിട്ടുണ്ട്. പക്ഷേ GRSEയിലേക്ക് വരുമ്പോഴേക്കും വരുമാനത്തിലും അവരുടെ പ്രോഫിറ്റിലും അടക്കം വളരെ ശക്തമായിട്ടുള്ള ഒരു വളർച്ച രേഖപ്പെടുത്താനായിട്ട് GRSEക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. സോ GRSEയുടെ ഓഹരികൾ ഇന്നലെയും വളരെ ശക്തമായൊരു നോട്ടിലായിരുന്നു ഒരു ക്ലോസിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ പരിശോധിക്കുമ്പോഴും ഓൾമോസ്റ്റ് ഒരു 3% മുകളിലൊരു നേട്ടത്തിലാണ്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട മൂവിംഗ് ആവറേജിനൊക്കെ മുകളിലേക്ക് എത്താനായിട്ടും ഓഹരിക്ക് കഴിയുന്നുണ്ട്. സോ GRSEയുടെ ഈ ഒരു മൂവ്മെന്റിനെ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിനുള്ളൊരു കൺഫർമേഷനായിട്ട് കണക്കാക്കാൻ സാധിക്കും മുസഫാൻ. GRSEയിലാണ് കൂടുതൽ മൊമെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡായി കമ്പയർ ചെയ്യുമ്പോൾ GRSE ടെക്നിക്കലി കുറച്ചും കൂടി സ്ട്രോങ് ആണെന്ന് പറയാൻ സാധിക്കും. ലാസ്റ്റ് 2 days ആയിട്ട് ഒരു പ്രോപ്പർ വോളിയം ബിൽഡപ്പ് ക്യാൻഡിലും ഫോം ചെയ്യുന്നുണ്ട്. ഇന്നൊരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണ്. കറന്റ് 3.6% അപ്മൂവ്മെന്റ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇന്നൊരു സ്ട്രോങ് ക്ലോസിംഗ്, അതായത് 2569 എന്ന മേഖല മറികടന്ന ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് ടേം റാലി ഈ ഒരു ഓഹരിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാമെന്നാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കാരണം റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം പോസിറ്റീവായിട്ടാണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ഡിഫൻസ് ഇൻഡെക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഡിഫൻസ് ഇൻഡെക്സിലും ലാസ്റ്റ് നമുക്കൊരു മൊമെന്റം ക്യാൻഡിൽ ഫോർമേഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ 8361 എന്ന നിയർ ടേം ഹഡിൽ മറികടക്കുകയാണെങ്കിൽ 9157 എന്നത് ഷോർട്ട് ടേം ടാർഗറ്റായി എക്സ്പെക്ട് ചെയ്യാമെന്നാണ് പല അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. ലാസ്റ്റ് ടൈം നമുക്കറിയാം ഒരു പ്രോപ്പർ മൊമെന്റം ബിൽഡപ്പ് ക്യാൻഡിലായിരുന്നു ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ നമുക്കറിയാം ലോവർ ലെവലിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ഡിഫൻസ് ഇൻഡെക്സിൽ റീസെന്റ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാക്ട് ഡേ നോക്കുകയാണെങ്കിൽ 19th ഡിസംബറിൽ ഒരു മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ഫോം ചെയ്തു. അതിനുശേഷം ഒരു അപ്സൈഡ് റാലി വീണ്ടും കറക്ഷൻ വന്നപ്പോൾ പോലും ആ ലെവലിൽ നിന്ന് തന്നെയാണ് ഡിമാൻഡ് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്ട്രോങ് സപ്പോർട്ട് സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. 7287 എന്നത് ഒരു സ്ട്രോങ് ഡിമാൻഡ് സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട ഹഡിൽ നോക്കുകയാണെങ്കിൽ 8361 എന്നതാണ്. ഇത് ബഡ്ജറ്റ് ഡേയ്സിൽ ഈ ഒരു ലെവൽ മറികടന്നാൽ ഒരു ഷോർട്ട് ടൈം റാലി ട്രിഗർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ്. കൂടാതെ ഡിഫൻസ് ഓഹരികളിലും റീസെന്റ് നമുക്കൊരു മൊമെന്റം ആണ് കാണാൻ സാധിക്കുന്നത്.